ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എനിക്ക് ആ ഒരു ഫ്ലോയിൽ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. അപ്പം ഇപ്പോൾ എൻ്റെ ഒരു ഈവനിങ്, അതിലും പ്രത്യേകിച്ച് അങ്ങനെ വലിയ എക്സൈറ്റിങ് സംഭവമൊന്നുമില്ല. ഞാനിപ്പോൾ വരുന്ന വഴിക്ക് ഇവിടെ സാധാരണ കിട്ടുന്ന പാലെന്ന് പറഞ്ഞാൽ വലിയൊരു ഫീലൊന്നുള്ള പാലൊന്നും അല്ല കിട്ടുന്നത്. പക്ഷെ ഇപ്പം ഞാൻ ടെസ്കോയിൽ കയറിയപ്പം പ്യുവർ ജേഴ്സി പശുവിൻ്റെ പാല്, ജേഴ്സി മിൽക്ക് എന്ന് പറഞ്ഞിട്ട് 1 ലിറ്ററിൻ്റെ. അപ്പോൾ അതിൻ്റെ കളറ് തന്നെ നമ്മൾ സാധാരണ മേടിക്കണ പാല് അറൗണ്ട് 1 പൗണ്ട് 60 പെൻസ് 65 പെൻസൊക്കെയാണ്. പക്ഷെ ഇത് നല്ല പക്ക തൂവെള്ള നിറവും ഈ പാല് നല്ലൊരു ക്രീം കളറുമായിരുന്നു, ഒരു ഓഫ് വൈറ്റ് കളറ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അത് വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു ചായ ഇട്ട് നോക്കിയിട്ട് ഡിഫറെൻ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് പോട്ടെ, ചായ കുടിക്കണം, വരാമെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. കണ്ടോ, ഇതാണ് ഇവിടെ UK യിലുള്ളവർക്ക്, അല്ലെ പുറത്ത് താമസിക്കുന്നവർക്ക് ചായ ഇട്ട് കുടിക്കാനൊക്കെ ഒരു മടി കാണുമല്ലോ ചില സമയത്ത്, ടയർഡായിട്ട് വരും. അപ്പം എനിക്ക് മടിയുണ്ട്, അപ്പം ചായ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. സോ ഒരു കപ്പിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, യൂസ് ചെയ്യുന്ന പാല് തുറക്കുക, ഇതല്ലല്ലോ സീൽ അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. മണമൊന്നുമില്ലടാ, എന്നിട്ട് അതെടുത്തിട്ട് ഫുൾ ഫാറ്റ് ആണേ. കുറച്ച് പാലും ആവശ്യത്തിന് വെള്ളവും, എന്നിട്ട് നല്ല തണുപ്പുള്ള ഒരു ടീ ബാഗ്. ഞാനിപ്പോൾ ഒരെണ്ണം ഇടുന്നുള്ളൂ. പാലിൻ്റെ ഗുണമേന്മ ഒന്ന് പരിശോധിക്കണം. ക്രീം ഇങ്ങനെ മലായി അതിങ്ങനെ കട്ടിയായിട്ട് വരുന്നു. ഇച്ചിരി അവളി നോക്കട്ടെ. ആൻഡ് 2 minutes അല്ലേ. ബാഗ് മിക്സ് ചെയ്തില്ല, പക്ഷെ നിങ്ങൾ അതിൽ നെയ്മയം കണ്ടോ? അയ്യോ, ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്നത്. കൊള്ളാട്ടോ. ഞാൻ സ്വീറ്റ്നറായിട്ട് പഞ്ചസാര ഇട്ടില്ല കേട്ടോ. ഇങ്ങനെയുണ്ടെന്ന് അറിയട്ടെ, നമ്മുടെ നാട്ടിലെ പശുവിനെ വളർത്തുന്ന വീടുണ്ടല്ലോ, ആ വളർത്തുന്ന, അതായത് പശുവിനെയും പാല് കറവയുള്ള വീട്, ആ വീട്ടിൽ പോയിട്ട് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ചായക്കൊരു പ്രത്യേക ഒരു മണവും ഒരു പ്രത്യേക രുചി കൂടുതലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതുപോലെയുണ്ട്. ചിലപ്പോൾ ഞാനിവിടെ കാലാകാലങ്ങളായിട്ട് ഇവിടുത്തെ സാധാരണ അന്ന് മേടിക്കുന്ന ടെസ്കോയിൽ നിന്നും ലിഡിൽ നിന്നൊക്കെ മേടിക്കുന്ന പാല് വാങ്ങിച്ച് കുടിച്ചിട്ട് പെട്ടെന്ന് ഫ്രഷ് കൗ മിൽക്ക് ട്രൈ ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും. ആ ഒരു എൻഹാൻസ്ഡ് ടേസ്റ്റും ആ ഒരു നെയ്യുടെ ഒക്കെ ഒരു ഫ്ലേവറും വല്ലാത്തൊരു നല്ല ടേസ്റ്റ്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരു 1 ലിറ്റർ അതിന് 2 pound 60 pence അങ്ങനെ എന്തോ ആയി, 100-300 രൂപയ്ക്ക് മുകളിലായി. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ഈ കപ്പിലെ ചായ തീരാതെ അങ്ങോട്ട് കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. കൊള്ളാം, നൈസായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ടെസ്കോയിൽ ഇത് അവൈലബിൾ ആണ്. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ടെസ്കോയിൽ ഇത് മേടിച്ചോ. അപ്പം അത്രേ ഉള്ളൂ.